SBI ഇന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. ഇന്ന് വൈകുന്നേരം 5:30 മുൻപ് ഈ വിവരങ്ങളെല്ലാം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നാണ് ഇന്നലെ സുപ്രീം കോടതി ഉത്തരവിട്ടത്. നമുക്കറിയാം 27 ദിവസങ്ങൾക്ക് മുൻപാണ് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയത്. അന്ന് കോടതി പറഞ്ഞ കാര്യം മാർച്ച് 6 മുൻപ് SBI ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നൽകണമെന്നായിരുന്നു. പക്ഷേ SBI അതിൽ ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ജൂൺ 30 വരെ സമയം വേണം ഇതിൻ്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ എടുക്കാൻ, അതുകൊണ്ട് കാലാവധി നീട്ടിത്തരണമെന്ന് സുപ്രീം കോടതിയുടെ മുൻപിൽ പറയുകയാണ്. ഇന്നലെ സുപ്രീം കോടതി ആ SBIനെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം വഴി ഓടിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സമയവും അനുവദിക്കില്ല. ഇന്ന് വൈകിട്ട് 5:30 മുമ്പ് കംപ്ലീറ്റ് വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി സിബിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ദില്ലിയിൽ നിന്ന്. സിബി, ഇന്ന് വൈകിട്ട് 5:30 അതാണ് സുപ്രീം കോടതി SBIക്ക് മുന്നിൽ വച്ചിരിക്കുന്ന സമയപരിധി. ആ സമയപരിധിക്കുള്ളിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന അന്തിമ ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ആ ഉത്തരവ് ലംഘിക്കപ്പെട്ടാൽ ശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും പരമോന്നത കോടതി SBIക്ക് നൽകിയിട്ടുണ്ട്. ഇവർ ഈ വിവരങ്ങൾ ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ, അതോ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വെറുതെ ഇരിക്കുകയാണോ? മനു, ഇന്നലെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രയുടെ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഇന്നിപ്പോൾ ഈ ഒരു വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ആ ഒരു നിർദ്ദേശം നൽകിയത്. ഇന്ന് തന്നെ ആ വിവരങ്ങൾ കൈമാറണം. മാത്രമല്ല 15-ാം തീയതിക്കകം ഇതിൻ്റെ വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഇപ്പോൾ സുപ്രീം കോടതി ഇന്നലെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന ഈ ഒരു തീയതി എന്ന് പറയുന്നത്. ഇന്ന് നൽകിയില്ലെങ്കിൽ അത് കോടതിയലക്ഷ്യ ഹർജിയുമായി അല്ലെങ്കിൽ കോടതിയലക്ഷ്യം നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ CPIഎമ്മും അതോടൊപ്പം തന്നെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസും കോടതിയലക്ഷ്യ ഹർജിയും നൽകിയിരുന്നു. ഈ ഹർജിയും ഇന്നലെ പരിഗണിക്കുകയുണ്ടായി. എന്തായാലും ഇന്ന് ഈ വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ സ്വാഭാവികമായും സുപ്രീം കോടതി ഭാഗത്തുനിന്നും ഇന്നിപ്പോൾ കോടതിയലക്ഷ്യ നടപടി അടക്കമെല്ലാം തന്നെ സ്വീകരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും കൃത്യമായി ഇന്നലെ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ഒരു വിവരങ്ങൾ, അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി, നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് വഴി ഇതിൻ്റെ ഒരു 65% പണവും ചെന്നത് BJPയിലേക്കാണ്. പ്രത്യേകിച്ച് 5000-ത്തിലധികം കോടി രൂപ BJPക്ക് ലഭിച്ചു എന്ന് കൃത്യമായി സുപ്രീം കോടതി വിധിന്യായത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിലൊരു നാടകം നടത്തിയത്. പക്ഷേ ആ നാടകമല്ല നിലയും ഇന്നലെ പൊളിയുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിയിൽ കണ്ടത്. മനു നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് 6 തീയതി തന്നെ ഈ ഒരു വിവരങ്ങൾ കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതിയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചത്. അതിൽ CPM അടക്കമുള്ള പാർട്ടികളുടെ എല്ലാം തന്നെയും CPM അടക്കം നൽകിയ ഹർജിയിലായിരുന്നു ആ ഒരു വിധി ഉണ്ടായത്. പിന്നീട് ഈ വിവരങ്ങൾ അറിയാൻ, അതായത് ഏതൊക്കെ പാർട്ടികൾ പണങ്ങൾ ഏതൊക്കെ പാർട്ടിക്ക് ലഭിച്ചു, ആരൊക്കെ ഈ ബോണ്ടുകൾ വാങ്ങി എന്നെല്ലാം അതിനെ കൃത്യമായി അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ സുതാര്യത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും പിന്നീട് ഈ വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അത് SBI ഉപയോഗിച്ചുകൊണ്ട് ഇത് 6 മാസം വരെ, അതായത് 3 മാസം വരെ, അതായത് ജൂൺ 30 വരെയെങ്കിലും സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൽ പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടിയത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ആളുകൾ, അതോടൊപ്പം തന്നെ ഈ പണം സ്വീകരിച്ച ആളുകൾ, ഇത് സംബന്ധിച്ചെല്ലാം തന്നെയും വേർതിരിച്ചുകൊണ്ട്, അല്ലാതെ ഇത് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു വിവരങ്ങൾ നൽകാൻ സാവകാശം വേണമെന്നായിരുന്നു പ്രധാനമായും ഉന്നയിച്ചത്. പക്ഷേ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും പിന്നീട് അത് ഇനി ഒട്ടും സമയം നൽകാനായി കഴിഞ്ഞ 26 ദിവസം എന്ത് ചെയ്യുകയായിരുന്നു, ആ 26 ദിവസം എന്ത് നടപടി SBI ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാനും സുപ്രീം കോടതി ഇന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്നിപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറണം. എന്തായാലും ഇതിൽ ഏതൊക്കെ കോർപ്പറേറ്റുകളിൽ നിന്നും BJPക്ക് എത്രത്തോളം പണം ലഭിച്ചു എന്നതിനെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വാഭാവികമായും BJPയെ വളരെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ ഒരു സുപ്രീം കോടതി ഇടപെടൽ എന്ന് പറയുന്നത്. എന്തായാലും ഇന്നാണ് അതിൻ്റെ അവസാന തീയതി നൽകിയിരിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ SBI ഇത്തരത്തിൽ ഈ ഒരു വിവരങ്ങൾ കൈമാറും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറും. അതിനുശേഷം 15-ാം തീയതി ഇവ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. എന്തായാലും സ്വാഭാവികമായും ഇത് BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2018-ലാണ് ഒരു നിയമാനുസൃത കോഴ പോലെ ഇലക്ട്രൽ ബോണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്തരത്തിൽ അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകളിൽ നിന്നും വലിയ രീതിയിൽ ഫണ്ട് യാതൊരു സുതാര്യതയും കൂടാതെ ഇത് രഹസ്യമായി
ഫണ്ടുകൾ സ്വീകരിക്കാനുള്ള വഴിയായിരുന്നു ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് നിയമാനുസൃതമായ കോഴയാണെന്ന് CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവർത്തിച്ചിരുന്നു. ഭരണകക്ഷി എന്ന നിലയിൽ BJPയിലേക്കാണ് ഇതിൽ 60% തുക എത്തപ്പെട്ടത്. എന്തായാലും വളരെ വലിയ രീതിയിൽ തന്നെ ഇതിൻ്റെ പണം സമാഹരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഈ ഒരു കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല നമുക്കറിയാം കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 30 കമ്പനികളിലായി 335 കോടി രൂപ സമാഹരിച്ചു എന്നെല്ലാം തന്നെയും മറ്റു കണക്കുകളും പുറത്തു വന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള അഴിമതികൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുറത്തു വരാനിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ അഴിമതിയാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ആ ഇലക്ട്രൽ ബോണ്ടിൽ ഏതൊക്കെ കോർപ്പറേറ്റുകളിൽ നിന്നും BJPക്ക് പണം എത്തി എന്നെല്ലാം തന്നെയും കൃത്യമായ വിവരങ്ങൾ നമുക്കിനി ലഭ്യമാകും. എന്തായാലും ഇന്നാണ് അതിന് അവസാന തീയതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ആ ഒരു വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ സ്വാഭാവികമായും അത് കോടതി ലക്ഷ്യമായി മാറുകയും ചെയ്യും. നിലവിൽ CPIയും അതോടൊപ്പം തന്നെ ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസും ഇത്തരത്തിലൊരു കോടതി ലക്ഷ്യ ഹർജിയും നൽകിയിട്ടുണ്ട്. അതും ഇന്നലെ പരിഗണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന് ശേഷമായിരിക്കും ആ ഹർജിയിലേക്ക് പോകുക. എന്തായാലും ഇത് BJPയെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടി തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇത് മറച്ചു വയ്ക്കാനുള്ള ശ്രമം BJP നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് SBI 3 മാസം സമയം ചോദിച്ചത്. ഏതായാലും ഈ സമയം വരെ എന്തെടുക്കുമായിരുന്നു നല്ല നിലയും സുപ്രീം കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനവും ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകിട്ട് 5:30 വരെയാണ് സമയം നൽകിയിരുന്നത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ വിവരങ്ങൾ കൈമാറണം. പിന്നീട് 15-ാം തീയതിക്ക് മുമ്പ് ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. മനു, തീർച്ചയായും സിബി പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ഇന്ന് 27 ദിവസമായി സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിട്ട് ആ വിധി വന്നിട്ട് 26 ദിവസങ്ങൾക്ക് മുൻപാണ് സുപ്രീം കോടതി SBIയോട് പറഞ്ഞത് നിങ്ങൾ ഈ വിശദാംശങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷന് നൽകണമെന്ന്. പക്ഷേ പരമോന്നത കോടതി അത്തരത്തിലൊരു ഉത്തരവ് പറഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ SBI, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിൽ ഒന്നാണ്, ഓർക്കണം, അവർ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് SBIയുടെ സ്വന്തം തീരുമാനമായിരിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകാം. അതല്ലെങ്കിൽ SBI അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകില്ല. ഈ ഇലക്ഷന് മുൻപ് ആരൊക്കെ പണം കൊടുത്തു എന്ന് പുറത്തറിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്ന് BJP ഒരുപക്ഷെ ഭയക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അത് മറയ്ക്കാനായി SBI പോലുള്ള നമ്മുടെ അഭിമാന സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന വലിയൊരു രാഷ്ട്രീയ ദുര്യോഗവും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനു, തീർച്ചയായും ഇത് നമുക്കറിയാം. ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതും ഇത് ഈ SBI വഴി മാത്രമേ ഇത് മാറാൻ കഴിയുമെന്നല്ലാതെ കൃത്യമായൊരു അജണ്ട യുദ്ധത്തിൽ BJPക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇത് മറ്റ് ബാങ്കുകൾ വഴി ഈ ഇലക്ട്രൽ ബോണ്ട് വിൽക്കാനാവില്ല. അത് SBI മാത്രമായിരുന്നു. SBIയിൽ മാത്രമായി പരിമിതിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത്. അത് കേന്ദ്ര സർക്കാർ സ്വാധീനം ചെലുത്താനും കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാനും കഴിയുന്ന ബാങ്കിൽ മാത്രമായി ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരികയും ആ SBI വഴി മാത്രം ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇത്തരത്തിൽ പണമാക്കി മാറ്റാനും അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിലും ഇലക്ട്രൽ ബോണ്ട് വഴി പണം സംഭാവന ചെയ്യാം. അതിൻ്റെ കൃത്യമായ വിവരങ്ങളോ എത്ര പണം നൽകിയെന്നോ ഇത് പ്രസിദ്ധപ്പെടുത്തുന്ന കാര്യമില്ല. കാരണം ഇത് വളരെ രഹസ്യമായി നൽകുകയും ചെയ്യും. അതായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അത് 2018-ലാണ് BJP കൃത്യമായൊരു അജണ്ടയോട് കൂടി തന്നെ നടപ്പാക്കിയത്. സ്വാഭാവികമായും അത്തരത്തിലൊരു ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുമ്പോൾ അതിൽ ഭരണകക്ഷി ആരാണോ ആ ഭരണകക്ഷിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സംഭാവന ലഭിക്കുന്നത്. അത് കൃത്യമായി BJPക്ക് അറിയാം. അതിൻ്റെ ഭാഗമായി തന്നെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നു. അത് SBIയിൽ മാത്രം അത് ഇലക്ട്രൽ ബോണ്ട് വിൽക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകുന്നു. അങ്ങനെ അത് വിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്ന കോർപ്പറേറ്റോ അല്ലെങ്കിൽ അത് ഈ പണം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ ഇവരൊന്നിനും പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യാം. ഇതായത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇതിനെതിരെ ഇത്തരത്തിൽ ഇത് BJPയിലേക്ക് ഇതിൻ്റെ ഏകദേശം ഈ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഏകദേശം 16,000-ലധികം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നടന്നുവെന്നും ഈ പണം രാഷ്ട്രീയ പാർട്ടികൾ പണം സ്വീകരിച്ചു എന്നതിനെയും ഓരോ വർഷത്തെയും കണക്കുകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ 6,000 കോടി രൂപ BJPയിലേക്ക് മാത്രം എത്തിയെന്നും കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഇനിയും നിരവധി കണക്കുകൾ കൃത്യമായി ഏതൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാർ BJPക്ക് എങ്ങനെയൊക്കെ പണം നൽകി എന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇനി അറിയേണ്ടത്. അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഈ SBIയെ സ്വാധീനത്തെത്തിക്കൊണ്ട് ഈ വിവരങ്ങൾ നൽകാനാവില്ല എന്ന് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ആദ്യം ഈ വിവരങ്ങൾ നൽകാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അപേക്ഷ നൽകിയപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി ഇന്നലെ ഇടപെട്ടുകൊണ്ട് കൃത്യമായി ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് കൃത്യമായി സുപ്രീം കോടതി വിധി കൽപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് നിയമാനുസൃതമായ കോഴയാണെന്ന് നേരത്തെയും CPIയും കോൺഗ്രസും അടക്കം
അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായി ഉന്നയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു രൂപ പോലും വാങ്ങിക്കാത്ത ഏക പാർട്ടി എന്ന് പറയുന്നത് CPIM ആണെന്ന കാര്യവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. CPIM ഇലക്ട്രൽ ബോണ്ട് വഴി പണം വേണ്ട എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കാൻ കാരണമായ ചരിത്രപരമായ വിധിക്കും അങ്ങനെ ഒരു ഹർജി നൽകിയതും CPIM ആണ്. അങ്ങനെ ആ ഫെബ്രുവരി 15-ാം തീയതി ചരിത്രപരമായ വിധി ഉണ്ടാകുന്നു. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ റദ്ദാക്കപ്പെടുമ്പോൾ BJP സംബന്ധിച്ച് അന്ന് തന്നെ വലിയ തിരിച്ചടിയാകുകയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഈ സുപ്രീം കോടതി വിധിയോടെ ഇല്ലാതാവുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇനിയുള്ളത് ആ ഒരു ഇലക്ട്രൽ ബോണ്ട് വഴി ഇതുവരെ ലഭിച്ച പണം എവിടെ നിന്നൊക്കെ ലഭിച്ചു, ഏതൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് ലഭിച്ചു, അതിനി മറച്ചു വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ നടപടി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പണം മറച്ചു വയ്ക്കാൻ വേണ്ടി 3 മാസം, അതായത് ജൂൺ 30 വരെ സാവകാശം ചോദിക്കുന്നത്. ജൂൺ 30 വരെ സാവകാശം ചോദിക്കുമ്പോൾ നമുക്കറിയാം ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ അടുത്ത മന്ത്രിസഭ വരുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളെല്ലാം നിലയും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. അത് തന്നെയാണ് ഈ SBI 3 മാസം സമയം ചോദിക്കുന്നതോടെ ഉദ്ദേശിക്കുന്നു. എന്തായാലും സുപ്രീം കോടതിയിൽ വീണ്ടും CPIM ഇത് അടക്കമുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ CPIM ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും വീണ്ടും ഇത്തരത്തിൽ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുന്നു. ഈ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇന്നലെ ഇത്തരത്തിൽ നമുക്ക് 5:30 വരെ കാത്തിരിക്കാം. എന്താണ് SBI തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ പോകുന്ന വിവരങ്ങളെന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമാക്കുകയും വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെ എത്രയൊക്കെ പണം നൽകിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു ഉള്ളുകളികൾ നടന്നിരിക്കുന്നതെന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായിരിക്കാം ഇന്ന് SBI എടുക്കാൻ പോകുന്നത്? പരമോന്നത കോടതിയോട് ഇനിയും നിഷേധാത്മകമായ സമീപനം അവർ സ്വീകരിക്കുമോ എന്നതാണ്, അതിനുള്ള ധൈര്യം SBIക്ക് ഉണ്ടോ എന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഏതായാലും ഉത്തരവ് ലംഘിക്കപ്പെട്ടാൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സർക്കാർ സംവിധാനങ്ങളെ, സ്ഥാപനങ്ങളെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ദയനീയ കാഴ്ചകൾ കൂടിയാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലടക്കം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് സിബി നമുക്ക് നൽകിയത്.